നമസ്കാരം. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ SIT അലംഭാവം കാണിച്ചു എന്നൊരു ആക്ഷേപം അന്നുമുണ്ടായിരുന്നു, അത് ഇന്നുമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പിന്നീട് CPMന്റെ സമുന്നതരായ നേതാക്കളിലേക്ക് SIT കടന്നു ചെല്ലുന്നതും CPM നിയോഗിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയുമെല്ലാം SIT അറസ്റ്റ് ചെയ്യുന്നത്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിശിതമായ വിമർശനമുണ്ടായതിനു ശേഷം തന്നെയാണ് SIT അത്തരം കാര്യങ്ങളിലേക്ക് കടന്നത് എന്നും ശ്രദ്ധേയം തന്നെയാണ്. ഇന്നിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. വാദം പൂർത്തിയായി വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് വിചിത്രമായ മറ്റൊരു വസ്തുത പുറത്തു വരുന്നത്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് SITയുടെ അന്വേഷണം മന്ദീഭവിച്ചുവെന്നും CPMന്റെ സമുന്നതരായ നേതാക്കളിലേക്ക് അന്വേഷണം കടന്നു ചെന്നില്ല എന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് CPMന് വലിയ നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ അറസ്റ്റുകൾ ഉണ്ടായാൽ അത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ SIT അറസ്റ്റുകൾ നിർത്തിവെച്ചു, അല്ല എന്നുണ്ടെങ്കിൽ അന്വേഷണം മന്ദീഭവിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ 2026 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനി യാതൊരു അറസ്റ്റുകളും ഉണ്ടാകില്ല എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITക്ക് ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. കേസിൽ തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിന്റെ സാഹചര്യത്തിൽ ശാസ്ത്രീയ പരിശോധനയുടെ തെളിവുകൾ ഇനിയും എത്തിയിട്ടില്ല. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ SIT കുറ്റപത്രം സമർപ്പിക്കുന്നത് കൂടുതൽ വൈകും. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്നും പ്രതികൾക്ക് സ്വാഭാവികമായ ജാമ്യം കിട്ടും, അവർ പുറത്തിറങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നും മറ്റൊരു നിരീക്ഷണമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതികൾക്ക് സ്വാഭാവികമായ ജാമ്യം കിട്ടി എന്ന് കരുതി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയും ഈ കേസിൽ നിന്നും രക്ഷപ്പെടില്ല എന്നാണ് കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നത്. അതെന്ത് തന്നെയായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസം ആദ്യത്തോടു കൂടി മാത്രമേ SITക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ സാധ്യമാകൂ എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളും സ്വാഭാവികമായ ജാമ്യം കിട്ടി പുറത്തിറങ്ങും എന്ന് വെളിവായപ്പോൾ ഇനിയും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ED കൂടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനെത്തുന്നു. ചെന്നൈയിലും ബംഗളൂരുവിലും കേരളത്തിലുമായി ഒരേ സമയത്ത് നിരവധി സമയങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് EDയുടെ റെയ്ഡ് നടക്കുന്നു. റെയ്ഡിൽ നിർണായകമായ പല രേഖകളും പലയിടങ്ങളിൽ നിന്നും കണ്ടെത്തുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഈ കേസിൽ അറസ്റ്റിലായ CPMന്റെ മുൻ MLA ആയ A. പത്മകുമാറിനും എതിരെയുള്ള നിർണായകമായ പല വിവരങ്ങളും കണ്ടെത്തുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന CPMന്റെ സമുന്നത നേതാവായ A. പത്മകുമാറിനെതിരെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിരവധി രേഖകൾ ED കണ്ടുകെട്ടുന്നു. ഇതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏതാണ്ട് 1,30,00,000 രൂപയുടെ സ്വത്തുവകകളും ED മരവിപ്പിക്കുന്നു. ഇങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെ സ്വാഭാവികമായി പ്രതികൾക്ക് ജാമ്യം കിട്ടത്തക്ക രീതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാതെ SIT വലയുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. ഇതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത കൂടി പുറത്തു വരുന്നത്. SITക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇനി ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 2018-19 കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളിയിലേക്ക് ED അന്വേഷണം വ്യാപിക്കും. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയ ചില നിർണായകമായ രേഖകളിൽ നിന്നും ചില സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും കടകംപള്ളി സുരേന്ദ്രനെ ബന്ധിപ്പിക്കുന്ന ചില രേഖകൾ EDക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുടെ ചില സൂചനകളാണ് അന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ED കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യും എന്നാണ് അറിയപ്പെട്ടിരുന്നത്. SIT കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു തവണ ചോദ്യം ചെയ്തു, വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് പറഞ്ഞിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ED കൂടി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യും എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ
ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SITക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തതിന്റെ സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകില്ല എന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബെല്ലാരിയിലെ റോത്തം ജുവല്ലറിയിൽ നിന്നും, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അറസ്റ്റ് ചെയ്ത ഗോവർദ്ധൻ എന്നയാളുടെ റോത്തം ജുവല്ലറിയിൽ നിന്ന് 450 ഗ്രാം സ്വർണം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ശബരിമലയിലെ സ്വർണം തന്നെയാണ്. ശബരിമലയിലെ സ്വർണം ഉരുക്കി ഉടച്ച് വാർത്ത് മാറ്റിയതിൽ നിന്ന് ബാക്കി ശേഷിച്ച 450 ഗ്രാം സ്വർണം കൽപേഷ് എന്ന് പറയുന്ന ഒരാളാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധന്റെ കർണാടകത്തിലെ റോത്തം ജുവല്ലറിയിൽ എത്തിച്ചു കൊടുത്തത് എന്ന് പറയുമ്പോൾ, കൽപേഷിനെയും അതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം എത്തിക്കുന്നതിന് വേണ്ടി കയ്യാളായിട്ട് നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബിസിനസ് പാർട്ട്നേഴ്സായ അനന്ത സുബ്രഹ്മണ്യത്തെയും അതുപോലെ തന്നെ രമേശ് റാവുവിനെയും എല്ലാം, കൽപേഷിനെയും ഈ കേസിൽ സാക്ഷികളായി മാറ്റുവാനാണ് SIT ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതുതന്നെ ഈ കേസിൽ ഇനി കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകില്ല എന്നുള്ളതിന്റെ സൂചനയായി തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും കഴിഞ്ഞ തവണ SIT റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ 5 പേർ ഇനിയും റഡാറിലുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട കോടതിയെ ധരിപ്പിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ആ 5 പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാതെ, ആ 5 പേരെ ചോദ്യം ചെയ്യാതെ, അവരുടെ മൊഴിയെടുക്കാതെ, അല്ലെങ്കിൽ മൊഴിയെടുക്കുന്നതിനൊടുവിൽ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താതെ SIT എന്തുകൊണ്ടാണ് ഒഴിഞ്ഞു മാറുന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തന്നെ SIT റിപ്പോർട്ട് കൊടുക്കുമ്പോൾ 5 പേർ കൂടി SITയുടെ റഡാറിലാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ 5 പേരെ ചോദ്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നതോ കണ്ടില്ല. ആ 5 പേരിൽ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും CPMന്റെ സമുന്നതരായ നേതാക്കളിലേക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം നീളില്ല. ഒരു അറസ്റ്റ് ഉണ്ടാകില്ല. കടകംപള്ളിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും CPM നേതാക്കളെയോ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ആ അറസ്റ്റ് ഒഴിവാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 പേർ റഡാറിലുണ്ട് എന്ന് SIT പറഞ്ഞെങ്കിലും ആ 5 പേരിലേക്കും അന്വേഷണം എത്തിച്ചേരുവോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ്. എന്തായാലും കഴിയുന്നത്ര വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കുവാൻ തന്നെയാണ് SITയുടെ നീക്കം എന്നാണ് അറിയുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് വലിയ ഒച്ചപ്പാടുകൾക്ക് വഴിവെച്ചിരുന്നു. അതുകൊണ്ട് ഇനി തന്ത്രിയിൽ നിന്നും മന്ത്രിയിലേക്ക് ഒരു അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതിന് കൃത്യമായ രീതിയിൽ മുതിരുന്നില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരു അറസ്റ്റ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉടൻ ഉണ്ടാകില്ല എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളാണ് പരക്കുന്നത്. അതെന്ത് തന്നെയായാലും മാർച്ച് ആദ്യവാരം SIT കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 450 ഗ്രാം സ്വർണം കണ്ടതുമായി ബന്ധപ്പെട്ട് കൽപേഷിനെയും അനന്ത സുബ്രഹ്മണ്യനെയും അതുപോലെ തന്നെ രമേശ് റാവുവിനെയും സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വിചാരിച്ച പോലെ അത്ര സുഗമമായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെയോ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ SIT സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു, സമ്മർദ്ദത്തിലാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കിംവദന്തികൾക്ക് ആക്കം പകരുന്ന തരത്തിൽ തന്നെയാണ് ഇനിയിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകില്ല എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നത്. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രനെയോ അഥവാ ഇനി CPMന്റെ മുതിർന്ന നേതാക്കളെയോ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ ക്ഷീണമുണ്ടാക്കും. ഇതിൽ നിന്നും CPM തലയൂരിയിരിക്കുന്നു. അതിന് എന്തൊക്കെയോ അണിയറയിൽ വലിയ തിരിമറികൾ നടന്നിരിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.